പറയൂ കനകം, ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. സീതയിലെ രാവണനെ തട്ടിക്കൊണ്ടുപോയ സീതയെ കാത്തിരിക്കുന്ന രാമനെ പോലെ എന്നെ ഒരു രാവണനും തട്ടിക്കൊണ്ടു പോവില്ല. നിനക്കെടുത്താ തോന്നുന്നുണ്ടോ? കനകം, സത്യമായിട്ടും കൊണ്ടുപോകും. ആ രത്തിന രാവണൻ അവനാണ് ഭയങ്കരനാ. പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. വേലപ്പന്റെ അടുത്ത് വേണ്ട. ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് അവന്റെ ശക്തി. ഫ്രെയിൻ വേണ്ടി വന്നാൽ അവന്റെ പുഷ്പവിമാനത്തിന്റെ ടയർ ഞാൻ കടിച്ചു കീറും. എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും. കനകമതി ചവിട്ടി കടക്കരുത്. എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും. പച്ചിലയും കത്രികയും പോലെ, മുള്ളും മുരിക്കും പോലെ. ഇതൊരു ശല്യമായല്ലോ. ഇല്ല കനകം, ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഞാൻ ഈ ചെറിയ നനയ്ക്കാൻ. അയ്യോ എന്റെ പൊന്നു സഹോദരി, നമ്മൾ കണ്ടില്ല, കേട്ടില്ല. ഞാൻ ഈ ചെറുതല്ല അനക്കൂല. കനകോ, மீன் போன்ற கண்கள், பூ போன்ற கன்னங்கள், திராட்சைப்பழம் போல் உதடுகள். அது மட்டுமா, அழகான வேணியிலே அழகான கனகம், யோசனைக்காக நான் சொல்லித்தர்றேன். ஒரு பொண்ணுக்கு முக்கியமா இருக்க வேண்டியது அழகு. அது உங்ககிட்ட இருக்கு. அதுக்கப்புறம் புத்தி. அது உங்ககிட்ட இல்லைன்னு நினைக்கிறேன். இருந்தா என் கூட வந்திருப்பியே. നിന്റെ ഈ ബുദ്ധി നിന്റെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൾക്കോ പറഞ്ഞു കൊടുക്ക്. போறையா நில்லு. உன்னை அந்த செட்டியார்கிட்ட விடுறேன்னு சொல்லி நாராயணி என் கையில இருந்து 1000 ரூபாய் வாங்கியிருக்காரு. ആ കാശാണ് നിന്റെ ഒരു മാസത്തെ ശാപ്പാട്. നിന്നെ ഞാൻ വിട മാറ്റേൻ. നിനക്ക് എന്റെ ശവമേ കിട്ടും. വെള്ളത്തി ചാടി സാകാൻ നോക്കിയില്ലേ? അപ്പുറം എന്നാച്ചേ? அந்த കാളമുട്ടൻ രക്ഷിച്ചു അല്ലേ? പോ, ഇനിയും പോ. വെള്ളത്തി ചാട്, செத்து போ. அதுக்கு முன்னாடி உள்ள நான் விட அடிச்சுட்டா போறேன். போ, செத்தா விடுன்னா உன் பணத்தையாவது கொண்டு போய் செட்டியார்கிட்ட கொடுத்துடுறேன். അതെടി അതെ, അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് നേരാ. ആ പണം കൊണ്ടാണ് ഞാൻ നിന്നെയൊക്കെ തീറ്റി പോറ്റത്. പോറ്റമ്മയെ പിന്നെ എന്തിനാ പെറ്റത്? പെറ്റതാണെങ്കിലും വയറ് വിശന്നാ പിഴക്കേണ്ടി വരും, പിഴപ്പിക്കേണ്ടി വരും. കുടുംബം നോക്കേണ്ട നിന്റെ തന്തയുണ്ടല്ലോ, അയാളുടെ പോയി പറ എനിക്ക് പിഴയ്ക്കാൻ മനസ്സില്ലെന്ന്. ആ രത്രത്തിനോട് നിനക്ക് പോയാലെന്താ? ഇപ്പൊ നീ വിചാരിച്ച ഈ കുടുംബം രക്ഷപ്പെടും. ഇല്ല, ഞാൻ പോയില്ല. വളർത്താൻ വേണ്ടി വല്ല വിഷം വാങ്ങിച്ച സന്തോഷമായിട്ട് ഞാൻ കുടിക്കാം. ഞാൻ അയാളുടെ കൂടെ ഞാൻ പോയില്ല. നീ പോയില്ല, നിന്നെ ഞാൻ കൊല്ലും. എന്റെ മോളെ, എന്റെ കൊണ്ടിനെ തല്ലിയത് മതി, മതിയടി. നോക്കി പേടിപ്പിക്കണ്ട. ഒത്തിരി നോട്ട ഈ പത്മാവതി കണ്ടിട്ടുള്ള തേവിടിച്ച്. ഞാൻ തേവിടിച്ചായതേ തള്ളി നിങ്ങളുടെ മോനെയൊക്കെ തീറ്റി പറ്റാൻ വേണ്ടിയാ, അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല, വയറ് പിടിച്ചിട്ടാ. തന്നത് മതി. ഇനി ഈ കൊച്ചിനെയും പഴിപ്പിച്ച് ഇവിടെ ആരെയും ഊട്ടണ്ട. മക്കള് കരയണ്ട. മോളെ ആരും ചീത്തയാക്കില്ല. മോളെ ഈ അമ്മുമ്മ നോക്കിക്കൊള്ളാം. അന്നമ്മയുടെ കാറ്, അന്തപ്പന്റെ ലോറി, അന്നമ്മയുടെ ലോറി, അന്തപ്പന്റെ കാറ്. കുടുംബം വളർത്താൻ അറിയാത്ത തെണ്ടി. അവന്റെ അന്നമ്മയുടെ കാറും ലോറി പെമ്പർമാരെ കൂട്ടിക്കൊടുത്തു. ഇനി മോളെ കൂടി കൂട്ടിക്കൊടുക്കാനായിരിക്കും ഭാവം. വൽമാതല്ലേ, എന്നെ ചീത്ത പറയരുത്. 12 മാസം നൊന്ത് പറ്റ ഞാൻ പ്രസവിച്ചത് അല്ല, നിങ്ങൾ പ്രസവിച്ചത്. ആ സ്നേഹവും വാത്സല്യം എന്നോട് വേണം. മോളെ, എന്റെ മോൻ തന്നെ നിന്റെ തന്തയായി പോയല്ലോ. ഇതൊക്കെ വിധിയാ. വാ മോളെ. നാരായണി, മോര് നാരായണി, കോളൊന്നും ഒത്തില്ലോടി. എന്തപ്പ നിന്റെ റേറ്റ്? മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ? കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയന് പെണ്ണു വീട്ടിൽ ഓട്ടംതുള്ളുണ്ടാ? വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട പ്രാന്തായി പോവും. പിന്നെ പണ്ട് നിന്റെ അച്ഛനുണ്ടായത് അച്ഛന്റെ കാര്യം പറഞ്ഞു. രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് വേഷം കളിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ.
ഓ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ പറയുന്നു കൊല വിളി. എന്റെ ഭാര്യ പറയുന്നു വിളിച്ചിട്ട് ഇതുവരെ നല്ല ഉന്നം. ഇത്തവണ അളിയൻ പറഞ്ഞു നേരാ ശകനം മുടങ്ങി. നിന്നെ കണ്ടാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. ആ വാ, ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചേരാ. അയ്യോ ഇവിടെ എന്താ വിശ്വസിക്കാനാവില്ല അല്ലേ? അളിയൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും പറയണ്ട. അളിയാ അളിയാ മുണ്ടഴിച്ചത് മുണ്ടഴിച്ചത് എന്തിനാ മുണ്ടഴിക്കുന്നു? നാണം കിടാതിരിക്കാൻ മുണ്ടഴിച്ചിട്ടു വരും. നമസ്കാരം. നേരത്തെ എത്തിയല്ലോ. ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി, അതുകൊണ്ടാ. നമ്മള് കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേ രായപ്പ? അല്ല, ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ അതെ, കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഓട്ടനെ ചളവാക്കി. അല്ലേ ഈ കാപ്പിക്ക് അവിടെ കരി വന്നു മിണ്ടി. അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്കളിയാ നടക്കളിയാ. നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല, ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവറിങ്ങാ. കാളവണ്ടി ഡ്രൈവിങ്ങോ? അല്ല, കാളവണ്ടി ഓടിക്കും. ആ, പിന്നെ അളിയന് റിപ്പയറിങ് നന്നായിട്ട് അറിയാം. ലാടനടിയും ഓടക്കലും ഈ കാളെ ഓടിക്കലും. എന്തിനാ ചവിട്ടുന്നത്? തൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഉള്ളത് ഞാൻ പറയാം, ഞാൻ കാളക്കാരനാ. മോളെ, ഇതാ ചെറുക്കൻ. ഇവളിവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ. എവിടെ ഒന്നീ വന്നു. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്. അത് തന്നെ നമുക്ക് ആലോചിക്കാം. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്. അത് വേണേ നമുക്ക് ആലോചിക്കാം. കണക്ക് തീർത്ത് പോവാ? എങ്ങോട്ടാടാ ഈ പോക്ക്? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ? നീ പോയിട്ടുള്ള പെണ്ണും ജീവിതം ഒന്നും എനിക്ക് വേണ്ട. നിന്നെ തെരുവീന്നെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല. നീ എന്റെ കൂടപ്പുറപ്പാ എന്നും.
പോണെങ്കി പോടാ, പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ. അളിയൻ എന്റെ നേരെ ചൂടാവണ്ട. പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല, എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ശരിയാ, എനിക്ക് ചാണകത്തിന്റെ ചൂര, കാളയുടെ മുഷ്ക, ഒരവളുമാരും എന്റെ കൂടെ പൊറുക്കാൻ വരണ്ട. ഇനി ഈ വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാണ് നല്ലത്. ചേച്ചി പറയുന്ന നേരാ. ചേട്ടൻ എന്താ ജോലി എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല. ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത്. ഇനി വല്ലതും പറയാനുണ്ടാ? നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ? എനിക്കൊരു കുറച്ചിലും ഇല്ല. ഇത് കണ്ട, കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയ പിടിച്ച കയ്യാ. രാമച്ചാമിയാ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. നമ്മുടെ അപ്പൻ തിന്ന ചോറ് മറക്കല്ല്. നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ ഭിക്ഷയാ. ഈ താലി പോലും. കാളക്കാരൻ പൊന്നച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ആങ്ങളെ ഉള്ളതായിട്ട് ആരോടും പറയണ്ട. ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ് ആലോചിക്കണ്ട.